ഞാൻ നരകത്തിലായി, അതുകൊണ്ട് ഞാൻ മോശക്കാരനായി എന്ന് അള്ളാഹുവിനെ ആക്ഷേപിച്ചുകൂടാ. നമുക്ക് ഇഖ്തിയാർ, സവിശേഷമായ വിവേചന സ്ഥിതി അള്ളാഹു നൽകിയത്. മാ നഖഅ അലൈന, നമ്മുടെ മേൽ സംഭവിക്കുന്നത്, നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ ഖളാ ആണ്. നമ്മിൽ നിന്ന് സംഭവിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. നുഹാസബു അലൈഹി, നാം അതിന് വിചാരണ ചെയ്യപ്പെടും. അള്ളാഹുവിന്റെ ഖളാ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് വരും. ജീവിതം സ്വർഗം എന്ന് വിചാരിച്ചുകൂടാ. ഈ ലോകത്ത് അള്ളാഹു എന്തൊക്കെ നൽകുന്നുണ്ടോ, നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തതുണ്ട്, സങ്കടപ്പെടുന്നതുണ്ട്, സന്തോഷം നൽകുന്നതുണ്ട്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, സന്തോഷമാണ്. ഇപ്പുറത്ത് മരിക്കുന്നു, സങ്കടമാണ്. എത്രയോ ആളുകൾ ഉന്നതിയിലേക്ക്, ഒരുപാട് ആളുകൾ തകർച്ചയിലേക്ക്, ഒരുപാട് ആളുകൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. കുറെ ആളുകൾക്ക് ഭയാനകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ ഖളാഉകളാണ്, നമ്മൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളോട് പറയും, ഉദ്ഖുലുൽ ജന്നത ബിലാ ഹിസാബ്, യാതൊരു വിചാരണയുമില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ ജനങ്ങൾ ചോദിക്കും, യാ റബ്ബന വയാ മൗലാന, ഞങ്ങളുടെ ഉടമസ്ഥനായവനെ, അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹാസബ്തന്നാസ വതറക്തനാ, ജനങ്ങളെ മുഴുവൻ നീ വിചാരണ ചെയ്യുകയും ഞങ്ങളെ ഒഴിവാക്കി തരികയും ചെയ്തുവല്ലോ. എന്താണ് ഇതിന് കാരണം? ഹാസബ്തനാ, റബ്ബേ നീ വിചാരണ ചെയ്യുന്നു. ഹാസബ്തന്നാസ, ജനങ്ങളെ ഓരോരുത്തരെയും കണിശമായി ഓരോന്നും ചോദിച്ച് നീ വിചാരണ ചെയ്യുകയും വതറക്തന, ഞങ്ങളോട് പോകാൻ പറയുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ വിഷയം? എന്താണ് ഇതിന്റെ കാര്യം? ഖദ് ഹാസബ്തുകും ഫിദ്ദുനിയാ, ദുനിയയിൽ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്തിരുന്നു. നിങ്ങളെ ഞാൻ ദുനിയാവിൽ വിചാരണ ചെയ്തിരുന്നു. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നു. കുടുംബങ്ങളിൽ നിരന്തരമായ സ്വാഭാവികമെന്ന് തോന്നുന്ന മരണങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചില്ലേ? നിങ്ങളത് സഹിച്ചത് ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണ്. വഇസ്സതി വജലാലി ലാ അജ്മഉ അലൈക്കും സ്വീബതൈൻ, രണ്ട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് കൂട്ടിത്തരികയില്ല. ഈ ലോകത്ത് ദുനിയാവിൽ പ്രയാസവും പരലോകത്ത് പ്രയാസം, ഇത് രണ്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വിചാരണയില്ല. ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് അള്ളാഹു അവരോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് പരീക്ഷണം അനുഭവിച്ച ആളുകളോട് നിങ്ങൾക്കിനി ഇവിടെ വിചാരണയില്ല, പൊയ്ക്കോളൂ, നേരെ പൊയ്ക്കോളൂ, ഡയറക്റ്റ് സ്വർഗമതാ നിങ്ങളെ കാത്തിരിക്കുന്നു. വഫുത്തിഹത് അബ്വാബുഹ, സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാണ്, പൊയ്ക്കോളൂ എന്ന് അല്ലാഹു തആല അവരോട് പറയാൻ. ആ നേരത്തെ മഹ്ശറായിലുള്ള മുഴുവൻ ആളുകളും ചിന്തിച്ചു പോകും, അല്ലൗ ഖുരിദൂ ബിൽ മഖാരീദ് ലിയനാലു മാ നാല ഹൗലാഇ മിനൻ നഈം. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരങ്ങൾ, ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നിനക്ക് വേണ്ടി അല്ലാഹുവേ ഭൂമിലോകത്ത് കത്തി കൊണ്ട് മുറിക്കപ്പെടുകയോ കത്രിക കൊണ്ട് കട്ട് ചെയ്യപ്പെടുകയോ ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വന്നിരുന്നുവെങ്കിൽ, അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇത്രമേൽ സൗഭാഗ്യം നീ പരലോകത്ത് നൽകുമെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് പരീക്ഷണം നൽകിക്കൂടായിരുന്നോ? നീ എന്തിനാ ഞങ്ങൾക്ക് സുഖം മാത്രം തന്നത്? ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരാമായിരുന്നില്ലേ എന്നവര് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞുങ്ങൾ, പിഞ്ചു മക്കൾ മരിച്ചു പോകുന്നുണ്ട്, പ്രായമേറിയ മക്കൾ മരിച്ചു പോകുന്നുണ്ട്, പക്വതയിലേക്ക് എത്തിയിട്ട് മക്കൾ മരിച്ചു പോകുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, മാലി അബ്ദി അൽ മുഅ്മിനി ഇൻദി മിൻ ജസാ ഇദാ ഖബൽതു സഫിയ വഖലീലഹു മിൻ അഹ്ലി ദുനിയ സുമ്മ ഇഹ്തസബ. ഒരാളിന്റെ
ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ, ഒരു കൂട്ടുകാരനെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ജ്യേഷ്ഠനെ, അനുജനെ, പെങ്ങളെ, ഉമ്മയെ, പ്രിയപ്പെട്ട ആരെയെങ്കിലും ഞാൻ ഈ ലോകത്തവന്റെ കൺമുമ്പിൽ വെച്ച് മരിപ്പിക്കുകയാണെങ്കിൽ അതിൽ പ്രതിഫലം കിട്ടണമെന്ന് അയാൾ വിചാരിച്ച് ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന, സ്വർഗത്തിൽ കുറഞ്ഞ ഫലവും അയാൾക്ക് നൽകുകയില്ല. സ്വർഗമാണ് അതിന് നൽകപ്പെടുന്ന മിനിമം പ്രതിഫലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ ഖളാ വന്നിരിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള മരണം, ചിലർ 2 ദിവസം, 1 ദിവസം, ചിലർ മാസങ്ങളോളം കിടന്നിട്ട് മരിക്കുന്നു, ചിലർ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് അടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് ചിന്തിക്കുകയും, ഈ ലോകത്ത് മക്കളാൽ പരീക്ഷണം അനുഭവിക്കുന്നവരുണ്ട്, ജീവിച്ചിരിക്കുന്ന മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കൾ എന്തായി പോകുമെന്ന പരിഭവത്തിൽ സ്വന്തം മക്കളിൽ നിന്ന് കൺകുളിർമ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ ഖളാ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകിയും ദുആ ചെയ്തുകൊണ്ടും ഈ ലോകത്ത് ക്ഷമിച്ചു പോന്നാൽ സുബഹി ബാങ്ക് കൊടുക്കാൻ പോകുന്ന നേരം ഞാൻ എൻ്റെ കണ്ണുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നനക്കുമായിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ ഖത്റതാൻ, 2 തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്നിടം സ്വർഗമാണെന്ന്. ആ കണ്ണുകൾക്ക് സ്വർഗമാണ്, ശരീരത്തിന് സ്വർഗമാണ്. ഖത്റതു ദമിൻ യുഹറാഖു ഫീ സബീകുമല്ലോ. അല്ലാഹു തആല ഏതെങ്കിലും ഒരാളിന്റെ ഹബീബതൈഹി, ഏറ്റവും പ്രിയപ്പെട്ട 2 സാധനങ്ങളെ, കണ്ണുകളെ അല്ലാഹു പിടിച്ചു കഴിയുകയും ആ കണ്ണുകളുടെ കാഴ്ച അല്ലാഹു എടുത്തു കളയുകയും ചെയ്താൽ, ഫസ്വബറ, ക്ഷമിക്കുകയും ചെയ്താൽ, ആ 2 കണ്ണുകൾക്ക് പകരം അൽ ജന്ന, പകരം അല്ലാഹു നൽകുന്നത് സ്വർഗമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് തങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി നമുക്ക് ലഭിക്കേണ്ട ഉപദേശം, അല്ലാഹു നൽകുന്ന ഉപദേശം, അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, അല്ലാഹുവിന്റെ വിധികളിൽ സമാധാനിക്കുക. അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പാതിരിക്കുക. അല്ലാഹുവിന്റെ ലോകമാന്റെ ഖളാകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖളാഇൽ തൃപ്തിപ്പെടണേ. നിന്റെ ഖളാഇനെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ഒരു സാരോപദേശം, കമാ തദീനു തുദാൻ, നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മളോട് പെരുമാറപ്പെടുന്നത്. ഇതൊരു നസ്വീഹയാണ്. കമാ തദീനു തുദാൻ, നമ്മൾ എങ്ങനെയാ പെരുമാറുന്നത് അങ്ങനെയാണ് ആളുകൾ നമ്മളോട് പെരുമാറുക. മഹാന്മാരായ മുസന്നിഫീങ്ങൾ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ബാപ്പയെ നന്നായി നോക്കിയിരുന്ന ഒരു മകൻ, നന്നായി പരിപാലിച്ചിരുന്ന മകൻ, ഒരുപാട് എമ്പാടും നോക്കി പരിപാലിച്ചിരുന്ന മകന്റെ മനസ്സിനുള്ളിൽ ഈ വാപ്പയോട് വെറുപ്പുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ ഇടപെടലുകളാണത്. ആ മകൻ സ്വന്തം വാപ്പയോട് ചെയ്യുന്നത് തന്റെ വാപ്പ അവരുടെ വാപ്പയോട് ചെയ്തതിന്റെ ഫലമാണ്. കമാ തദീനു തുദാൻ, എന്ത് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. നെല്ല് വിതറിയാൽ നെല്ലാണ് കൊയ്തെടുക്കാൻ പറ്റുന്നത്. പാപങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്നൊരു മുതലാളി അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ വഴി അടയാളമായത് തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു അടിമ പറഞ്ഞു കൊടുത്ത അനുഭവമാണ്. അടിമയോട് പറഞ്ഞു, ഈ വയലിൽ നീ ഗോതമ്പ് കൃഷി ഇറക്കിക്കോ, ഞാൻ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് ഗോതമ്പ് കൊയ്തെടുക്കണം. ആ അടിമ ചെയ്തത് അവിടെ ചോളം അല്ലെങ്കിൽ ഷൈർ, ബാർലി അവിടെ വിതറി. ബാർലിയാണ് ഉണ്ടാക്കിയത്. കുറെ മാസങ്ങൾക്ക് ശേഷം മുതലാളി വരുന്നു. ഇവിടെ ഗോതമ്പല്ലേ ഞാൻ കൊയ്തെടുക്കാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തേ ഇവിടെ ബാർലി വെച്ചത്? ചോദിച്ചു, ഞാൻ ബാർലി വെച്ചാൽ അത് ഗോതമ്പായി വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ചോദിച്ചു, യാ അഹ്മഖു, വിവരമില്ലാത്തവനെ, മണ്ടത്തരം പറയുകയാണോ? ബാർലി വെച്ചാൽ പിന്നെ എങ്ങനെയാ അവിടെ ഗോതമ്പുണ്ടാകുന്നത്? ഇത് ആർക്കാ അറിയാത്തത്? പറഞ്ഞു, യാ സയ്യിദി, എന്റെ ഉടമസ്ഥനായവനെ, യജമാനരെ, അല്ലാഹു കയ്യിൽ കാശ് തന്നപ്പോ, അല്ലാഹു നിങ്ങളുടെ കൈകളിൽ സൗകര്യം തന്നപ്പോ, അല്ലാഹു നിങ്ങൾക്ക് ദുന്യാവിന്റെ വാതിലുകൾ തുറന്നു തന്നപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുകയും ഒരു നന്മയും ചെയ്യാതെ സർവ്വ തെറ്റുകളും ചെയ്ത് ജീവിച്ചിട്ട് നാളെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇതുപോലെ
ബാർലി വിതറിയിട്ട് ഗോതമ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെയാണ്. നിങ്ങൾ നന്മ ചെയ്യാതെ എങ്ങനെയാ നാളെ അള്ളാഹു നിങ്ങൾക്ക് നന്മ തരുന്നത്? പാപങ്ങൾ നിർത്തിവെക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാതെ എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് അവന്റെ സ്വർഗം തരുന്നത്? ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയും അള്ളാഹു എനിക്ക് തരും, അള്ളാഹു എനിക്ക് സ്വർഗം തരുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചാൽ കാര്യം നടക്കുമോ എന്ന് തന്റെ ബുദ്ധിമാനായ അടിമ പറഞ്ഞു കൊടുത്തപ്പോഴാ ഒരു മുതലാളിക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായത്. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെയാണ് അള്ളാഹു നാളെ നമ്മളോട് പെരുമാറാൻ പോകുന്നത്. അതുകൊണ്ട് പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ്. ആഖിബത്ത് നന്നാവണം പോരല്ലോ. അൽ കയ്യിസു മൻ ദാന നഫ്സ വഅമില ലിമാ ബഅദൽ മൗത്ത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി ഇപ്പോഴേ അധ്വാനിക്കുന്നവരാണ് ബുദ്ധിമാനികളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് രണ്ടാമത്തെ സാരോപദേശം കമാ തദീനു തുദാൻ. നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയാണ് ഇങ്ങോട്ട് അള്ളാഹു പെരുമാറുന്നത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. ജീവിതത്തിൽ മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ വിഷയം, ഇന്നൽ അഖീദത ഖുവ്വത്തുൻ ഉദ്മാ. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ആയുധം. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി. വിശ്വാസമാണ്, ഈമാനാണ് ഏറ്റവും വലിയ ശക്തി. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, അവന്റെ റസൂലിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം ജീവിതത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ. അള്ളാഹു ജീവിതത്തിന്റെ പരീക്ഷണങ്ങളെ നമുക്ക് ലഘൂകരിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 3000-ഓളം വരുന്ന സൈന്യവുമായി മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു 200,000-ഓളം വരുന്ന യൂറോപ്യന്മാരുമായി പടപൊരുതാൻ പോയ നേരം മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു 3000 മുസ്ലിമീങ്ങളാണ് കൂടെയുള്ളത്. പടപൊരുതാൻ പോകുന്നത് 200,000-ഓളം വരുന്ന ശത്രുക്കളോട്. 3000 എങ്ങനെയാ 200,000-ഓട് പടപൊരുതുക? ആളുകൾ ചോദിച്ചു, ഖാലിദേ റളിയല്ലാഹു അൻഹു, എങ്ങനെയാ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്? 200,000-ത്തെ 3000-ത്തിന് എന്ത് ചെയ്യാൻ കഴിയും? മഹാനായ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, നുഖാതിലു ബിദീനില്ലാഹ് ഇന്നമാ നുഖാതിലുഹും ബിഹാദദ്ദീൻ. ഈ ദീനുമായിട്ടാണ് നമ്മൾ പടപൊരുതുന്നത്, ഇസ്ലാമുമായിട്ടാണ് നമ്മൾ പടപൊരുതുന്നത്. നമ്മൾ പടപൊരുതുന്നത് ആയുധം കൊണ്ടല്ല. നമ്മുടെ ആയുധം ഈമാനാണ്, ഖൽബിലുള്ള വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം. കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. എത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ. അങ്ങനെ റോമക്കാരെ 200,000 ആളുകളെ തുരത്തി ഓടിച്ചില്ലേ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു? ഈമാൻ എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് 3000 പേര് 200,000-നെതിരെ. അൽ ഈമാനു ഖുവ്വ, ഈമാൻ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ഈമാൻ ഖൽബിന്റെ ഉള്ളിലേക്ക് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈമാൻ ഖൽബിലുണ്ടോ? ആലോചിക്കുക. ജീവിതത്തിൽ ഏറ്റവും അറിയേണ്ട, നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സാരോപദേശം ഈ വിശ്വാസമാണ്. നമ്മുടെ ശക്തി പൈസയല്ല, നമ്മുടെ ങ്ങളല്ല, ജീവിത സൗകര്യങ്ങളല്ല, നമ്മുടെ ജീവിത ചുറ്റുപാടുകളല്ല. ഏറ്റവും വലിയ ആയുധം കയ്യിൽ അള്ളാഹു ദുന്യാവ് തന്നാലും ഇല്ലെങ്കിലും, ശരീരത്തിൽ ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അള്ളാഹുവേ ശക്തി നീ തരുന്ന ഈമാനാണ്. അൽ ഈമാനു ഖുവ്വ. ആ ഈമാനിന്റെ വെളിച്ചത്തിലാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചത്. ലക്ഷക്കണക്കിന് കുരിശിയോദ്ധാക്കളോട് പടപൊരുതി സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചത് ഈ ഈമാനികമായ ശക്തിയിലായിരുന്നുവല്ലോ. സ്വലാഹുദ്ദീൻ അയ്യൂബി മസ്ജിദുൽ അഖ്സ പിടിച്ചടക്കുന്നതിന്റെ, മോചിപ്പിക്കുന്നതിന്റെ
10 വർഷം മുമ്പ് തന്നെ നൂറുദ്ദീൻ സംഘി ആ അഖ്സ പള്ളിയിൽ ഖുത്ബ ഓതാൻ വേണ്ടി ഒരു മിമ്പർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള മിമ്പറാണ്. എന്തുകൊണ്ട്? തന്റെ കാലശേഷം 10 വർഷം കഴിഞ്ഞു മസ്ജിദുൽ അഖ്സ മോചിപ്പിക്കപ്പെടാൻ. അഖ്സ പള്ളി അള്ളാഹു മോചിപ്പിക്കുമെന്നും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം പോലും എവിടെയും പൂട്ടിക്കിടക്കരുത് എന്ന ന്യായമായും ഒരു സത്യവിശ്വാസിയുടെ ആഗ്രഹം മനസ്സിലേറ്റ് നടന്ന നൂറുദ്ദീൻ സംഘി എന്ന ഭരണാധികാരി 10 വർഷം മുമ്പ് ചെയ്തു വെച്ച ആ മിമ്പറാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അഖ്സയുടെ മോചനത്തിന് ശേഷം ആ മിമ്പറാണ് പള്ളിയിൽ കൊണ്ടുവന്ന് എടുത്തു വെക്കുന്നത്, മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കുന്നത്. അള്ളാഹുവിലുള്ള അദമ്യമായ വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് കാര്യങ്ങളെ കാലേ കൂട്ടി നോക്കിക്കാണാൻ കഴിഞ്ഞു, പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഒരു മഹല്ലത്തിൽ ഒരു നന്മ നടപ്പാക്കുമ്പോ, ഒരു സംഭവം നടപ്പാക്കുമ്പോ ഈമാനിന്റെ വെളിച്ചത്തിലും ഈമാനിന്റെ ശക്തിയിലും നമ്മൾ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു അത് വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇതൊരു സത്യവിശ്വാസിയുടെ വിശ്വാസമാണ്. അള്ളാഹു ആ ഒരു അമൽ അള്ളാഹുവിന്റെ ഖളായിലും അവന്റെ തീരുമാനത്തിലും നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ ഖിയാമത്ത് നാൾ വരെ നഷ്ടപ്പെടാതെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അലബ് അർസലാൻ എന്ന് പറയുന്ന യോദ്ധാവ്, മുസ്ലിമീങ്ങളുടെ നേതാവായിരുന്ന ഖുറാസാനിന്റെ ഭരണാധികാരിയായിരുന്ന അലബ് അർസലാൻ, അദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു. അപ്പോഴാണ് ഖുറാസാനിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് 6 ലക്ഷം ആളുകളെയുമായി 6 ലക്ഷം യോദ്ധാക്കളെയുമായി റോമക്കാർ സൈന്യവുമായി ഇരച്ചു കയറുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർഡാൻ, ലെബനോൻ കിടക്കുന്ന പ്രദേശങ്ങൾ ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മേഖലയാണ്. 6 ലക്ഷം സൈന്യത്തോടുകൂടെ യൂറോപ്യന്മാർ ഷാമിലേക്ക് കടക്കുന്ന വിവരമറിയുന്നു മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. കൂടെയുള്ളത് 15,000 ആളുകൾ. 15,000 ആളുകൾക്ക് പടപൊരുതാനുള്ളത് 6 ലക്ഷം ആളുകളോട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 40 ആള് വീതം. 15,000-ൽ ഓരോരുത്തരും 40 ശത്രുക്കൾ നേരിട്ടെങ്കിലേ അവിടെ പടപൊരുതാൻ കഴിയൂ. 6 ലക്ഷം ആളുകളോട് 15,000 പടപൊരുതാൻ പോകുമ്പോ മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്ലാം പ്രതിസന്ധിയിലാണ് സത്യവിശ്വാസികളെ, ഇസ്ലാം പ്രതിസന്ധിയിലാണിപ്പോ. നമ്മളല്ലാതെ ഇനി അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ഈ ദീനിനെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത്. നമ്മൾ ഇറങ്ങണം. വാ ഇസ്ലാമാ, വാ ഇസ്ലാമാ. മഹാനവറുകൾ വിളിച്ചു പറയുകയാണ്, എന്റെ ഇസ്ലാം, എന്റെ ഇസ്ലാം, എന്റെ ഇസ്ലാം. അതിന്റെ സംരക്ഷണത്തിന് ഞാൻ ഒരുക്കമാണ്. എന്തു ചെയ്തെന്നറിയോ? നേരെ കുളിപ്പുരയിലേക്ക് പോവുകയും ഫഗതസല, കുളിക്കുന്നു മഹാനായ അലബ് അർസലാൻ. കുളിച്ചിട്ട് ഹാനൂത്ത് പുരട്ടുന്നു. നമുക്കറിയാം, മയ്യത്തിന്റെ കഫംപുടയിലാണ് ഹാനൂത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സുഗന്ധം വരാൻ. ഹാനൂത്ത് കർപ്പൂരകം. ആ കർപ്പൂരകം കഫൻപുടയിൽ പുരട്ടുകയും കഫൻപുട 3 വസ്ത്രമായി ശരീരത്തിൽ ചുറ്റുകയും തലഭാഗം മാത്രം ഒഴിച്ചിടുകയും കൈകാലുകൾ ഉപയോഗിക്കാൻ മാത്രം ദ്വാരമുണ്ടാക്കുകയും ശരീരമാസകലം കുളിച്ച് കർപ്പൂരകം തേച്ച് വസ്ത്രം ധരിച്ച് കഫംപുട ധരിച്ച് ബഹുമാനപ്പെട്ടവർ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, മുസ്ലിമേ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോവാൻ ഒരുക്കമായിക്കോ. ഇസ്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മൾ എത്ര ജീവൻ നൽകിയാലും ശരി, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പോവുകയാണ്. കഫംപുട പുരട്ടി കഫംപുട ധരിച്ചിരിക്കുന്നു യോദ്ധാവ്. ആര്? നേതാവ് അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആകാശലോകം വിളിച്ചു പറയുന്ന പോലെ ഭൂമിയിൽ 15,000 ആളുകൾ കഫംപുട ധരിച്ച് നടന്ന ഒരു യുദ്ധമാണത്. കഫംപുട പുതച്ചുകൊണ്ട് 15,000 ആളുകൾ ഒരു യുദ്ധക്കളത്തിൽ കഫൻപുട പുതച്ചിറങ്ങിയാൽ അത് ഈമാനിന്റെ ധൈര്യമല്ലേ? ഞങ്ങൾ ഇവിടെ തീർന്നു, ഞങ്ങൾ ആഖിറത്തിലേക്ക് ഒരുങ്ങുകയാണെന്ന വലിയൊരു വിശ്വാസം പ്രകടിപ്പിച്ച ആ ഒരു ആശയത്തിലേക്ക് തന്റെ അനുയായികളെ കൊണ്ടുവന്ന മഹാനായ അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി 15,000 ആളുകൾ കുളിച്ച് കഫംപുട ധരിച്ചുകൊണ്ടാണ് 6 ലക്ഷത്തിനെതിരെ പടപൊരുതിയത്. ഒരു യുദ്ധത്തിന്റെ അവസ്ഥകൾ, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ കഴിഞ്ഞു പോയ അനുഭവങ്ങൾ, വളരെ പരമമായ യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചത് ഈമാനിന്റെ ബലത്തിലാണ്.
ആയുധത്തിന്റെ ബലങ്ങളിലല്ല, ആയുധമേന്തിയല്ല മുസ്ലിമിന്റെ വിജയങ്ങൾ ഉണ്ടായത്. ആയുധങ്ങൾ ഉണ്ടായ കാലം ഇസ്ലാമിന് പരാജയമുണ്ടായിട്ടുണ്ട്. നമ്മൾ ആൾബലമുണ്ട് എന്ന് തോന്നിയപ്പോൾ അള്ളാഹു പരാജയം തന്നിട്ടുണ്ട്. നമ്മുടെ വിജയം ഈമാനിലാണത് എത്ര കണ്ട് ഖൽബിനുള്ളിലുണ്ട്. നമ്മുടെ ഷിആറുകൾ, അള്ളാഹുവിന്റെ മസ്ജിദുകൾ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ, പള്ളി ദർസുകൾ, മദ്രസകൾ, ഇവയോടൊക്കെയുള്ള ബഹുമാനം അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. അവയോടുള്ള ഒരു ബന്ധം അള്ളാഹുമായുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ആ ഒരു ഈമാൻ കൽബിലുണ്ടാകുന്ന കാലം ദീനിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുമല്ലോ. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ ഇസ്ലാമിന് വരുമാനമുണ്ടാക്കി വെച്ചുകൊണ്ടല്ല പോയത്. എന്തെങ്കിലും ഒരു കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥിര വരുമാനം അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടാക്കിയില്ലല്ലോ. കൊടുത്തത് എന്താണ്? ബാക്കി വെച്ചത് എന്താണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം സ്വഹാബിമാർ, ദീനിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം സ്വഹാബിമാർ, അള്ളാഹുവിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു കൂട്ടം സത്യവിശ്വാസികൾ, അവരല്ലയോ ഈ വെളിച്ചം ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് ഈമാനിന്റെ പ്രഭയും ഈമാനിന്റെ വെളിച്ചവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ അലബർസലാൻ റോമക്കാരനായ റൊമാനസിനോട് പടപൊരുതി വിജയം വരിച്ച് ആ യുദ്ധത്തിൽ അവർക്ക് മരിക്കാനായില്ല, ഷഹീദാവാനായില്ല. അങ്ങനെ കിടപ്പറയിൽ കിടന്ന് മരിക്കുമ്പോഴാണ് ഈ അലബർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാൻകാരനാണ് മഹാനവള് പറഞ്ഞത്, ആമാലുൻ ലം തുനൽ വഹവായിജുൻ ലം തുഖ്ലാ വഅൻഫുസുൻ തമൂതു ബിഹസറാതിഹാ. എത്രയോ പ്രതീക്ഷകൾ ഇനിയും പുലരാനുണ്ട്, എത്രയോ അഭിലാഷങ്ങൾ ഇനിയും സഫലമാകാനുണ്ട്. ഞാനിതാ മരിക്കുന്നു. ഞാൻ മരണം ആഗ്രഹിച്ചത് ഇവിടെയല്ല. ഞാൻ മരണം ആഗ്രഹിച്ചത് ഷഹാദത്തിന്റെ ചിറകേറി പറക്കാനാണ്. പക്ഷേ എനിക്ക് അല്ലാഹു മരണം തരുന്നത് കട്ടിലിൽ കിടന്ന് മരിക്കാനാണ്. ആരെപ്പോലെ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. മഹാനായ അലബർസലാൻ ബെഡിൽ കിടന്ന് മരിക്കുമ്പോൾ ആഹ് എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്, റബ്ബേ ഒരു രക്തസാക്ഷിത്വം നീ എനിക്ക് നൽകിയില്ലല്ലോ. ആ ഒരു ചോദ്യത്തിന് തന്നെ അങ്ങനെ ചോദിക്കാൻ ഈമാൻ വേണം. നബിതങ്ങൾ പറയുമായിരുന്നു, സലുല്ലാഹ ഷഹാദ, അള്ളാഹുവിനോട് നിങ്ങൾ രക്തസാക്ഷിത്വം ചോദിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ രക്തസാക്ഷിത്വം ചോദിക്കണം. അതിന് നിങ്ങൾക്ക് സാധ്യമായില്ല എന്നിരിക്കട്ടെ, റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെഡിൽ കിടന്ന് മരിക്കുകയാണെങ്കിലും അല്ലാഹു നിങ്ങൾക്കത് നൽകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ഖൽബുകൾക്കുള്ളിൽ ഒരിക്കലും അണഞ്ഞു പോകാത്ത പ്രകാശം തരട്ടെ, അണഞ്ഞു പോകാത്ത ഈമാൻ തരട്ടെ. എവിടെയാണെങ്കിലും ഇദാ മാ ഖലൗതദ്ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു ഫലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫുലു സഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. ആളുകൾ കൂടെയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒറ്റക്കാണെങ്കിലും ആൾക്കൂട്ടത്തിലാണെങ്കിലും, വീടിനുള്ളിലകത്താണെങ്കിലും, ഏതെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും, അല്ലാഹു അലയ്യ റഖീബു, അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ആ ഒരു ഈമാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. അതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മറ്റൊരു സാരോപദേശം. നാലാമത്തേത്, മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്. ഓർത്തുവെക്കണേ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവരെ അള്ളാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്. ആര് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടോ അവരെ അള്ളാഹു സംരക്ഷിക്കും. നാട്ടുകാരെ നോക്കണ്ട, കൂടെയുള്ള ആളുകളെ നോക്കണ്ട, എന്നെ നോക്കാൻ ആരെങ്കിലും വരുമോ എന്ന് നോക്കണ്ട. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും ജീവിതകാലത്ത്. മൻ ഹഫിളല്ലാഹ ഫിർറഖാ ഹഫിളഹു ഫിദ്ദറാ. നമുക്ക് സൗകര്യങ്ങളും സുഖവും ഉണ്ടാകുന്ന കാലം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ
പ്രയാസങ്ങൾ വരുന്ന കാലം അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. അള്ളാഹു ജീവിതത്തിൽ മുഴുക്കയും അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം, അവന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കടന്നതിന്റെ ശേഷം പരീക്ഷണങ്ങൾ അനുഭവിച്ചപ്പോഴും പറഞ്ഞ വാക്കതാണ്, ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, അല്ലാഹു എത്രയും വലിയ സംരക്ഷകനാണ്, വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹു ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്. റഹ്മത്ത്, അല്ലാഹു വലിയ കാരുണ്യവാൻ, അവനാണ് സംരക്ഷകൻ. അള്ളാഹു നമുക്ക് ഹിഫ്ദ് നൽകുന്നവനാണ്. ഇമാമുന ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, അൽ ഇമാമുൽ ഔസാഇ, ലോക പ്രശസ്തനായ അൽ ആലിമുൽ മുഹദ്ദിസുൽ വരിഉൽ ഫഖീഹ്, പ്രഗൽഭനായ ഫഖീഹാണ്, ഹദീസ് പണ്ഡിതനാണ്, സൂക്ഷ്മജ്ഞാനിയായ ആലിമാൻ, തഖ്വയുണ്ടായിരുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ട ആലിം അൽ ഇമാമുൽ ഔസാഇ റഹ്മഹുല്ലാഹ്. ആലിമീങ്ങൾ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാണ്. ആലിമീങ്ങൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കേണ്ട ആളുകളാണ്. ഇമാമുന ഔസാഇയുടെ മുമ്പിൽ ക്രൂരനായ ഒരു ഭരണാധികാരിയെ അള്ളാഹു പരീക്ഷണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു അലി എന്നറിയപ്പെടുന്ന ഡമസ്കസ് ഭരിച്ചിരുന്ന അബ്ബാസി ഭരണാധികാരി. അബ്ദുല്ലാഹിബ്നു അലി ആണെങ്കിലോ മുസ്ലിമീങ്ങളിൽ ഒരാളെയല്ല രണ്ടാളെയല്ല കൊന്നത്, 38,000 ആളുകളെ, നിരപരാധികളെ വധിച്ചു കളഞ്ഞ ക്രൂരനായ മുസ്ലിം ഭരണാധികാരി തന്നെയാ അബ്ദുല്ലാഹിബ്നു അലി അൽ അബ്ബാസി. ആ പാപഭാരമൊക്കെ എവിടെയാണ് കൊണ്ടുപോയി വെക്ക? 38,000 മുസ്ലിമീങ്ങൾ, അവരിലൊക്കെ എത്ര താബിഈങ്ങൾ ഉണ്ടാകും? മൻ ഖതല മുസ്ലിമൻ, മുസ്ലിമായ ഒരു മനുഷ്യനെ ആരെങ്കിലും വധിച്ചു കഴിഞ്ഞാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, മനുഷ്യരെ മുഴുവനും കൊന്നതിന്റെ കുറ്റമാണ്, മനുഷ്യരെ മുഴുവൻ കൊന്നതിന്റെ കുറ്റമാണ്. നമ്മുടെ ചെറുപ്പക്കാരനായ നസറുദ്ദീൻ വളരെ ചെറുപ്പമല്ലേ? എന്ത് കാരണങ്ങളാകട്ടെ, എത്രയെല്ലാം കൊലപാതകങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്, എത്രയെല്ലാം കൊലപാതകങ്ങൾ രാഷ്ട്രീയമായും പ്രാസ്ഥാനികമായും കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ അതിലൊന്നും ഒന്നിനോട് പോലും ചേർത്ത് പറയാൻ പറ്റിയ ഒരു തക്ക കാരണം പോലുമില്ലാത്ത, വളരെ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും മനുഷ്യന്റെ തലയെടുക്കുന്ന സ്വഭാവം. അള്ളാഹുവിന്റെ ദീൻ വിശ്വസിക്കുന്ന മുസ്ലിമിന് ചെയ്യാൻ പാടുണ്ടോ? അവർക്ക് ആയുധമേന്താൻ പാടുണ്ടോ? മുസ്ലിമായൊരു മനുഷ്യന് നേരെ ആയുധം ചൂണ്ടിയാൽ തന്നെ അവന്റെ കൈ നരകത്തിലേക്കെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച, യൗവനം അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ വളരെ ദാരുണമായി കൊല്ലപ്പെടുന്നത് എത്ര സങ്കടകരമാണ്. എവിടെയാണ് ഈ പാപഭാരം കൊണ്ടുപോയി വെക്കുന്നത്? എവിടെയാണിത്? അള്ളാഹു തആല അവർക്ക് എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കുകയാ റബ്ബ്? കഅബാലയം, അള്ളാഹുവിന്റെ കഅബയെ കഷ്ണം കഷ്ണമായി, കല്ല് കല്ലായി പൊളിച്ചെടുക്കുന്നതാണ് ഒരു മുസ്ലിമിനെ കൊല്ലുന്നതിനേക്കാളും അള്ളാഹിന്റെ അടുത്ത് നിസ്സാരമെന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കഅബയെ പൊളിക്കുന്നതിനേക്കാളും ഗൗരവമാണത്രേ മുസ്ലിമായ ഒരു മനുഷ്യനെ കൊന്നുകളയുന്നത്. അല്ലാഹു തആല ഇതുപോലെയുള്ള അപകടങ്ങളൊന്നും മുസ്ലിം ഉമ്മത്തിൽ ഇല്ലാതെ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഭീകരവാദ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പോവാതെ അള്ളാഹു തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ കുറ്റമാണത്! 38,000 മുസ്ലിമീങ്ങളെ കൊന്ന അബ്ദുല്ലാഹിബ്നു അലി. മഹാനായ അല്ലാമ ഔസാഇക്ക് വെറുതെ നിൽക്കാൻ പറ്റുമോ? മഹാനായ അല്ലാമ ഔസാഇ ബനു ഉമയ്യത്തിന്റെ മസ്ജിദ് ബനി ഉമയ്യ പോലും നശിപ്പിക്കാൻ ഈ അബ്ദുല്ലാഹിബ്നു അലിയുടെ സൈന്യം പുറപ്പെടുകയാണ്. അപ്പോഴാണ് മഹാനായ പണ്ഡിതൻ ഇടപെടുന്നത്. ബഹുമാനപ്പെട്ടവർക്കറിയാം, ഏറ്റവും വലിയ ജിഹാദ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് ധൈര്യമായി സത്യം തുറന്നു പറയുന്നത് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 38,000 ആളുകളെ കൊല്ലുകയും ബനു ഉമയ്യ മസ്ജിദ് തകർക്കാൻ വരികയും ചെയ്തിട്ട് അബ്ദുല്ലാഹിബ്നു അലി എന്ന ഈ അബ്ബാസി ഭരണാധികാരി ചോദിച്ച ചോദ്യം, ഞാനിവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരാണ് തടയാനുള്ളത്, ആരാണ് എന്നെവിടെ എതിർക്കാനുള്ളതെന്ന
ധീരമായ അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞു, ലാ നഅലമു അഹദൻ ഗൈറൽ ഇമാം ഔസാഇ, ഇമാം ഔസാഇ അല്ലാതെ മറ്റാരെയും ഞങ്ങൾക്കറിയില്ല, അയാളല്ലാതെ ആ മഹാപണ്ഡിതനല്ലാതെ മറ്റാരും ഒരുപക്ഷെ നിങ്ങളെ എതിർത്തില്ല എന്നവരും. അബ്ദുല്ലാഹ് ഇബ്നു അലി വിളിച്ചു, ഇമാം ഔസാഇയെ കൊണ്ടുവരൂ, ഇമാം ഔസാഇയെ കൊണ്ടുവരൂ. കൊണ്ടുവന്നു. മഹാനായ ഇമാം ഔസാഇ തങ്ങൾ ചെയ്തത് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ ഖാമ വഗ്തസല വതഹന്നത വതകഫന വലബിസ സിയാബ. എന്ത് ചെയ്തു? കൊല്ലാൻ കൊണ്ടുപോവാൻ 38,000 ആളുകളെ കൊന്ന ഒരു ക്രൂരനായ ഭരണാധികാരിക്കുണ്ടോ ഇമാമുന ഔസാഇ എന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ വല്ല പേടിയും? പക്ഷേ മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ അല്ലാഹു തന്നെ സംരക്ഷിക്കും എന്ന മഹിതമായ ആശയം ജീവിതത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന മഹാനാണ് ഇമാമുനൽ ഔസാഇ റളിയല്ലാഹു അൻഹു. കൊല്ലാൻ കൊണ്ടുപോവാൻ എഴുന്നേറ്റു ബഹുമാനപ്പെട്ടവർ ഒന്ന് വൃത്തിയായി കുളിച്ചു, കഫംപുടയിൽ സുഗന്ധം പൂശി, ആ കഫംപുട ശരീരത്തിൽ അണിഞ്ഞു, അതിന്റെ മീതെ വസ്ത്രമണിഞ്ഞു, തന്റെ വടിയും പിടിച്ച് ബഹുമാനപ്പെട്ടവർ പുറപ്പെടുകയാണ്. എന്നിട്ടൊരു ദുആ ചൊല്ലി. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. യാ ദൽ ഇസ്സ യാ ദൽ ഇസ്സത്തില്ലതി ലാ തുളാം والركن الذي لا يرام يا من لا يهزم جنده ولا يغلب أولياؤه أنت حسبي ومن كنت حسبه فقد كفيته حسبي الله ونعم الوكيل. മഹത്തായൊരു ദുആയാണിത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ എമ്പാടും ചൊല്ലേണമേ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഒരു മനുഷ്യന്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാകുമോ എന്ന് ഭയമുണ്ടെങ്കിൽ ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ ഞാൻ ഭരമേൽപ്പിച്ചു റബ്ബേ, നീ എന്റെ കാര്യം ഏറ്റെടുക്കണം പടച്ചവനെ, എനിക്ക് നീ മതി റബ്ബേ. ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ കഫാഹുല്ലാഹു ദുൽമ, ഏതൊരു മനുഷ്യന്റെയും അക്രമത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷണം നൽകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഇമാം ഔസാഇ ഇവിടെ ചൊല്ലുന്നത്. അവര് പറഞ്ഞ ദീർഘമായൊരു ദുആയാണ്. യാ ദൽ ഇസ്സത്തില്ലതി ലാ തുളാം, സർവേശ്വരനും എല്ലാ അഭിമാനത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, والركن الذي لا يرام, എല്ലാ കഴിവുകളുമുള്ള ഒരാൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാവർക്കും ആവശ്യക്കാരനായ അല്ലാഹുവേ, യാ മൻ ലാ യുഹ്സമു ജുന്ദു, നിന്റെ സൈന്യം പരാജയപ്പെടുത്തപ്പെടുകയില്ലല്ലോ, വലാ യുഗ്ലബു ഔലിയാഉ, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ പരാജിതരാവുകയില്ലല്ലോ. അൻത ഹസ്ബി, നീ എനിക്ക് മതി റബ്ബേ. വമൻ കുൻത ഹസ്ബഹ് ഫഖദ് കഫൈത, നീ ആർക്കെങ്കിലും മതിയാവുമെങ്കിൽ നീ തന്നെ അവരുടെ കാര്യം നിറവേറ്റി കൊടുക്കുമല്ലോ. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ധീരനായി പുറപ്പെടുന്നു, വടിയും കുത്തിപ്പിടിച്ച്, കുളിച്ച് കഫംപുടയണിഞ്ഞ്, ഹാനൂത്ത് പുരട്ടി കഫംപുട അണിഞ്ഞുകൊണ്ടാണ് ഇമാമുന ഔസാഇ അബ്ദുല്ലാഹ് ഇബ്നു അലി അൽ അബ്ബാസി എന്ന ഡമസ്കസിന്റെ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് 38,000 നിരപരാധികളെ കൊന്നുകളഞ്ഞ ക്രൂരന്റെ മുമ്പിലേക്ക് ഇമാമുൽ ഔസാഇ റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രതീക്ഷയാണ്, മൻ ഹഫിളല്ലാഹ ഹഫിളഹുല്ലാഹ്. നോക്കുമ്പോൾ വരിവരിയായി വാളുപിടിച്ച ആളുകൾ നിൽക്കുന്നുണ്ട്. കിടത്തി കൊല്ലാൻ വേണ്ടി പായ വിരിച്ചിട്ടുണ്ടവിടെ. മരണത്തിന്റെ സൂചനകൾ ഇമാമുന ഔസാഇക്ക് കാണുന്നുണ്ടവിടെ. ആ സദസ്സിലേക്ക് ധീരമായി കയറി ചെന്നു അബ്ദുല്ലാഹ് ഇബ്നു അലി അൽ അബ്ബാസി, ക്രൂരനായ അക്രമിയായ ഭരണാധികാരി, മഹാനായ ഇമാം ഫഖീഹും ഹദീസ് പണ്ഡിതനുമായിരുന്ന ഇമാമുന ഔസാഇയോടൊരു ചോദ്യം ഇതാണ്, മാ തറാ
ഫീ ഹാദിഹി ദിമാഇല്ലതി സഫക്നാ, നാം ചിന്തിയ ഈ ചോരയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഞാൻ ചിന്തിയ ചോരയെപ്പറ്റി 38,000 ആളുകളെ ഞാൻ കൊന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് എതിർപ്പ് പറയാനുണ്ടോ? ആരും എതിർക്കാനില്ല. ഈ ഔസാഇ അല്ലാതെ, ഇമാമുനൽ ഔസാഇ തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നവിടെ പറയപ്പെട്ടപ്പോഴാണ് ഈ ഇമാമിനെ തന്നെ അദ്ദേഹം വിളിച്ചു വരുത്തിയത്. എന്താ മറുപടി കൊടുക്കുന്നറിയണേ? ഹദ്ദസനാ ഫുലാൻ അൻ ഫുലാനിൻ അൻ ഫുലാൻ അൻ ജദ്ദിക ഇബ്നു അബ്ബാസ്. ഹദീസ് പറയാൻ ഇന്നാലിന്ന ആളിൽ നിന്ന്, ഇന്നാളിൽ നിന്ന്, ഒരു മുഹദ്ദിസിൽ നിന്ന്, ഒരു ശൈഖിൽ നിന്ന്, മറ്റൊരു ശൈഖിൽ നിന്ന്, ഹബീബായ നബിയുടെ സ്വഹാബി നിന്റെ വല്ലിപ്പയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. عن ابن مسعود عن أنس عن أبي هريرة رضي الله عنه وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال